ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾക്കായി ഒരു പേഴ്സണൽ റീഡിംഗ്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കേ, ആദ്യമേ പറയാം വന്നത് എന്താണെന്നൊക്കെ കാര്യങ്ങൾ പറയാം. ഓക്കെ, ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിവിടെ കാർഡ് എടുത്തപ്പോൾ സണ്ണിനെ മറച്ചു പിടിച്ചുകൊണ്ട് ഡെവിള് കയറി വന്ന ഡെവിള് ഒരു എന്താ പറയാ ഏകാധിപത്യം സ്ഥാപിക്കുന്ന പോലെയുള്ള ഒരവസ്ഥ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടേതായിട്ടുള്ള പല നല്ല കാര്യങ്ങളും മറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. അതിപ്പോ വേറൊരു ആളുകളുടെ ഇടപെടലുകൾ കൊണ്ടിട്ടോ ബ്ലാക്ക് മാജിക് കൊണ്ടിട്ടോ പല കാര്യങ്ങൾ കൊണ്ടിട്ടോ മറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. നിങ്ങൾ കൺഫ്യൂഷനിലായിരിക്കുന്ന ചില സമയങ്ങളിൽ കുറച്ച് കൺഫ്യൂഷൻസേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ചില സമയങ്ങളിൽ ആ കൺഫ്യൂഷൻസ് പീക്ക് ലെവലിൽ പോകുന്ന ഒരവസ്ഥ. ഇനി എന്താണ്, ഇനി എൻ്റെ ലൈഫ് എന്തായി തീരും, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ ലൈഫ് എന്തായി തീരും. ചില ആളുകൾക്ക് മക്കളെ കുറിച്ചുള്ള ലൈഫിന്റെ ഒരു ടെൻഷൻ, അങ്ങനെയുള്ളതും കാണിക്കുന്നുണ്ട്. ഇനി എന്താണ് എന്നുള്ള ഒരു കാര്യങ്ങൾ. കാരണം നിങ്ങൾ ഇരുട്ടത്ത് കിടന്ന് തപ്പുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ നിലവിലുള്ളത്. നിങ്ങൾക്ക് ഡയറക്ഷൻ അങ്ങോട്ട് വേണ്ടത്ര പോലെ കിട്ടുന്നില്ല. കാരണം നമുക്ക് ഏതൊരു പരിപാടിയിലോട്ടും പോവുകയാണെങ്കിൽ വഴി അറിയണമല്ലോ. വഴി അറിയാതെ നമ്മൾ ഏടാകൂടം പിടിച്ച വഴികളിലോട്ട് കയറിയിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ കുറച്ച് ഏടാകൂടം പിടിച്ച വഴികളിലൊക്കെ കയറി ബുദ്ധിമുട്ട് അനുഭവിച്ച് കുറച്ച് കല്ലും മുള്ളും നിറഞ്ഞ കാര്യങ്ങളിലൊക്കെ അനുഭവിച്ചു വന്നവരാണ്. വീണ്ടും അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ വയ്യ എന്നുള്ളൊരു പേടിയുമുണ്ട്, ടെൻഷനുണ്ട്. വീണ്ടും അടുത്തത് എന്താകും എന്നുള്ള ഓർത്ത് നിങ്ങൾ കൺഫ്യൂഷന്റെ ഒരു പീക്ക് ലെവലിൽ എത്താറുമുണ്ട്. ആ ഒരു കാര്യങ്ങൾ നിങ്ങളെ മെന്റലി മാത്രമല്ല ഫിസിക്കലി ഒരുപാട് തളർത്താറുണ്ട്. ആ ഒരു കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ലൈഫിൽ പല കാര്യങ്ങളും മറന്നു പോകുന്ന അവസ്ഥകളിലോട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യേണ്ട പരിപാടികളൊക്കെ മറന്നു പോകുന്ന ഒരവസ്ഥകളും ചില ആളുകൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകണം. അതിനിപ്പോ നമുക്ക് ഒരു ഇരുട്ടത്ത് പോകുമ്പോൾ എന്തായാലും നമുക്കൊരു വെളിച്ചം ആവശ്യമാണ്. ഇരുട്ടത്തിൽ തപ്പി തടഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ വീണ് കഴിഞ്ഞാൽ അതിന് സഹായിക്കാൻ നമുക്കൊരാളുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളുണ്ടല്ലോ. അതിന് വെളിച്ചം അത്യാവശ്യമാണ്. വെളിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുക്കാൽ സമാധാനം. ഇവിടെ ആ വെളിച്ചത്തിനെ നിങ്ങൾ തേടി നടക്കുവാണ്. അങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇത് എന്താ പറയാ, ഒരു ചില സമയങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളിപ്പോ നിങ്ങളുടെ വീട്ടിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, കൊളീഗ്സിനോടായിരിക്കാം, മറ്റുള്ള ആളുകളെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഇതിൻ്റെ അകത്ത് ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ നേരിട്ടിട്ടുണ്ട്. മറ്റുള്ള വ്യക്തികളെ കുറിച്ച് അതുമുണ്ട്. അതല്ലാതെ നിങ്ങൾ നിങ്ങളോട് തന്നെ ഫൈറ്റ് ചെയ്യാറുണ്ട്. പല രീതിയിലും സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ.
നിങ്ങൾക്ക് പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ദേഷ്യമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടികളായിരിക്കാം. ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഇതിൻ്റെ അകത്ത് വന്നു നിൽക്കുന്ന കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ തലവേദനകളൊക്കെ ഒന്ന് കഴിക്കണം. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഈ നിങ്ങളുടെ മേലിൽ പതിച്ചിരിക്കുന്ന ആ ചെളിയൊക്കെ ഒന്ന് മാറ്റി പൂർണ്ണമായിട്ടും ഒന്ന് എന്താ പറയാ, ഒന്ന് എന്താ നമ്മൾ അത്രയും ചെളിയിൽ പുരണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും കുളിച്ചു കഴിഞ്ഞ് ഇത്തിരി കുട്ടപ്പനോ കുട്ടപ്പിയോ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് വേറെയല്ലേ. അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കലങ്ങി തെളിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് കുട്ടപ്പനോ കുട്ടപ്പിയോ ഒക്കെ ആയിട്ട് ഇരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി കുറച്ചുപേര് പ്രവർത്തിക്കുന്നുണ്ട്, കുറച്ചുപേര് എന്താ പറയാ, സോഫയിൽ കയറിയിരുന്നോ കസേരയിൽ കയറിയിരുന്നോ രക്ഷകൻ വരും രക്ഷക വരും, അല്ലാന്നുണ്ടെങ്കിൽ അവർ വന്ന് രക്ഷിക്കും ഇവർ വന്ന് രക്ഷിക്കും എന്നും പറഞ്ഞ് മുട്ടാപ്പോക്ക് ന്യായങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്തിരിക്കും. അപ്പൊ ജീവിതകാലം മുഴുവനും അങ്ങനെ ഇരിക്കും. ഇറങ്ങിത്തിരിക്കേണ്ടവര് രക്ഷപ്പെടും. മനസ്സിലായോ? കാരണം ഇതിൽ എന്തെന്നാണ്, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പല കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ശരിയാവോ, ഇത് ശരിയാവോ, അല്ലെങ്കിൽ വേണ്ട, ഇത് ഇങ്ങനെ എടുക്കണോ, അതങ്ങനെ എടുക്കണോ, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ നാളെ ചെയ്യാം, അല്ലെ പോട്ടെ മറ്റൊന്ന് ചെയ്യാം. സമയം ഒന്നിനും വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മള് സമയത്തിന് വെയിറ്റ് ചെയ്യണം. സമയം പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ്, പണ്ടൊക്കെ വർഷം പോകുന്നതിനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, നമുക്കൊരു സ്ലോ മൂവ്മെന്റ് ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്താ പറയാ, വർഷങ്ങളൊക്കെ വെറും മാസങ്ങൾ പോകുന്ന പോലെ പോകുന്നു. അപ്പൊ നമ്മള് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, മടി പിടിച്ചിരിക്കുക. അതാണ് മടിയൻ മല ചുമക്കും എന്ന് പറയുന്ന പോലെയുള്ള പരിപാടികൾ. ആ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല. അല്ലാത്തവരോട് ഞാൻ പറയാം, നിങ്ങൾ ഇറങ്ങുക. നമുക്ക് ആദ്യമൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഇല്ലേ? ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളുടേതായിട്ടുള്ള, കാരണം ചിലപ്പോൾ സ്പോട്ടിൽ തന്നെ സ്വിച്ച് ഇട്ട പോലെ തന്നെ എല്ലാം ശരിയാവണമെന്നില്ല. പക്ഷെ അത് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് ശരിയായി ആ ഒരു വഴി തെളിഞ്ഞ് ആ ഒരു തെളിച്ചം അല്ലെങ്കിൽ ഒരു വെളിച്ചം ജീവിതത്തിലോട്ട് വന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് നീക്കാൻ പറ്റും. ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ നിങ്ങള് എന്താ പറയാ, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ കുറച്ച് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്വന്തം കാലിൽ എടുത്ത് തീരുമാനം എടുക്കാൻ, അല്ലെങ്കിൽ സ്വന്തം കാലിൽ കുറച്ചും കൂടി ഒന്ന് ഉറച്ചൊരവസ്ഥയിൽ നിൽക്കാൻ, ഇത്തിരി കൂടി ഒന്ന് ഒരു സ്റ്റെബിലിറ്റി വരാൻ. അതിപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ എന്താ ധനസമ്പാദനത്തിന്റെ കാര്യത്തിലാണെങ്കിലും നല്ല രീതിക്ക് ഒന്നും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസിന്റെ ഒരു പോരായ്മ നിങ്ങൾക്കുണ്ട്. ആ ഒരു കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചിന്തിക്കുന്നതിന് നമുക്കൊരു മാക്സിമം ഉണ്ട്. അതിൻ്റെ അങ്ങേയറ്റം നമ്മൾ ഒരു കാര്യത്തിനും ചിന്ത കൊടുക്കാതിരിക്കുക. കാരണം ഇവിടെ ചിന്തിച്ച് കാര്യങ്ങൾ വഷളാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചിന്തിച്ച് ഒരുപാട് ഈ ചിന്തകളിൽ PhD എടുത്ത് അതിൻ്റെ അകത്ത് ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ ഇത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചു വെക്കണ്ട. അത് കുറെ കോംപ്ലിക്കേഷൻസ് വരുത്തേ ഉള്ളൂ. പകരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ കുറച്ച് നാളൊന്ന് ഫോക്കസ് ചെയ്യുക. കാരണം അവര് ചെയ്തു, ഇവര് ചെയ്തു, മറ്റുള്ളവർ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക. നമുക്ക് നോക്കാം.
നിങ്ങളെ ഇങ്ങനെ ഒന്ന് തളർത്തി കളഞ്ഞതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇത്തിരി ഒന്ന് എന്താ പറയാ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നതൊക്കെ ഈ റിലേഷൻഷിപ്പ് കാര്യങ്ങളാണ്, ബന്ധങ്ങൾ. ഒന്നല്ലെങ്കിൽ വൈവാഹിക ബന്ധം, വിവാഹ ബന്ധം, അതല്ലാന്നുണ്ടെങ്കിൽ ലവേഴ്സ് പോലെയുള്ള ബന്ധം, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം അതാണ് നിങ്ങളെ ഒന്ന് കുലുക്കി വെച്ചിരിക്കുന്നത്. നല്ല രീതിക്ക് കുലുക്കി വെച്ചിട്ടുണ്ട്. കുലുക്കി സർബത്ത് പോലും ഇത്രയും കുലുങ്ങിയിട്ടില്ല, അതുപോലെ കുലുക്കി വെച്ചേക്കുക. കാരണം ഇതിൽ ഒരുപാട് മുതലെടുപ്പൊക്കെ നടന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പിൽ നിങ്ങളെ നന്നായിട്ട് മുതലെടുത്തിട്ടുണ്ട്, നിങ്ങളെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ മെന്റലി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കാം. പക്ഷെ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു എന്താ പറയാ ഒരു ഹീലിംഗ് പരിപാടിയിലോട്ട് മൂവ്മെന്റ് ആയിട്ട് പോകുന്ന കാര്യങ്ങളും ഉണ്ട്. ചിലപ്പോൾ അതിങ്ങനെ പോണം എന്ന് വിചാരിക്കും. നിങ്ങളെ തന്നെ തടസ്സപ്പെടുത്തി പഴയ കാര്യങ്ങളിലോട്ട് ഓർമ്മ വലിച്ചോണ്ട് പോകും. പിന്നെ നിങ്ങൾ പോണം എന്ന് വിചാരിക്കും. പിന്നെയും നിങ്ങൾ അത് തന്നെ നിങ്ങൾ റിപ്പീറ്റ് അടിക്കാറുമുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു? നമുക്കത് ചിന്തിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാട് കാട് കയറാതിരിക്കുക. ഇതിൽ കാട് കയറുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വിട്ടേക്കുക. കാരണം ഇതിൽ പല പരിപാടികളും മാറ്റേണ്ട കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ചിന്ത, കാട് കയറുന്ന പരിപാടി, കാട് കയറി ചിന്തിക്കുന്ന പരിപാടി, അവനവനെ തന്നെ കൊല്ലുന്ന കാര്യങ്ങൾ, ചിന്തിച്ച് അവനവനെ തന്നെ നശിപ്പിക്കുന്ന കാര്യങ്ങളൊന്ന് നിർത്തുക. രണ്ടാമത്തെ ഒരു കാര്യം, ബ്ലാക്ക് മാജിക്കിന്റെ പരിപാടികൾ, അതിന്റെ കാര്യങ്ങളൊന്ന് മാറ്റാനായിട്ട് നോക്കുക. ഇപ്പൊ തന്നെ ചോദിക്കും, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, എന്താണ് പരിഹാരം? പല രീതിയിലുള്ള ബ്ലാക്ക് മാജിക് ഉണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയാണ് എന്ന് അറിയാതെ നമ്മൾ അതിന് എന്ത് പരിഹാരം പറയും? നോക്കിയാലല്ലേ അതിന്റെ പരിഹാരങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി തേർഡ് വൺ, ഇപ്പൊ എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ച് തുടങ്ങുക. അത് പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ വെച്ച് തുടങ്ങുക. അല്ലാതെ നമ്മൾ എന്താ പറയാ കമന്റിൽ ഞാൻ കാണാറുണ്ട്, ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയൊക്കെ ചെലവാക്കി അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റത് ചെയ്തു, മറിച്ച് ചെയ്തു എന്നൊക്കെ. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഒരുപാട് ആവശ്യമില്ലാതെ കുറെ ലക്ഷക്കണക്കിന് രൂപയൊന്നും ചെലവാക്കിയിട്ട് കാര്യമില്ല. ചെയ്യേണ്ടത് ചെയ്യുക. അല്ലാതെ കുറച്ച് എന്താ പറയാ അതും ഇതും ഒക്കെ ചെലവാക്കി, അവിടെയും ചെലവാക്കി, ഇവിടെയും ചെലവാക്കി, എല്ലായിടത്തും ചെലവാക്കി, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അത് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. കാരണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നാൽ, ഇതിൻ്റെ അകത്ത് മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടേതായിട്ടുള്ള പരിപാടികളൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റും. നേടാനല്ല, നേടാൻ പറ്റും. കാരണം വീണ്ടും എടുക്കാൻ പറ്റും. താളം തെറ്റിയ ഒരു ലൈഫിനെ പിടിച്ച് എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ താളം തെറ്റി നിൽക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലുണ്ട്. ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. അതും നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും. അത് ഷുവറാണ്. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ സാക്രിഫൈസ് ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുന്നേറ്റ് നമ്മളുടേതായിട്ടുള്ള ജീവിതമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ 2026 ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മറ്റുള്ളവരെ ആർക്കും നമ്മളെ സന്തോഷിപ്പിക്കാൻ നേരെയില്ല. അവരവരുടെ സന്തോഷം അവരവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കുള്ളത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് അതിന്റെ പരിഹാരങ്ങൾ ചെയ്യുക. അതാണ് അതിന്റെ ഒരു കാര്യം. പിന്നെ ഇതിൽ ചില ആളുകളുടെ ഇത് കാണിക്കുന്നുണ്ട്, ചില സമയങ്ങളിൽ മാത്രം പ്രത്യേക ആരാധനകളൊക്കെ നടത്തും. കാര്യം കഴിയുമ്പോൾ അങ്ങോട്ട് കൈ ഇങ്ങനെ കുടഞ്ഞു പോകുന്ന ഒരവസ്ഥ. അത് ചിലപ്പോൾ പ്രത്യേക ദൈവങ്ങളുടെ അടുത്തായിരിക്കും. അത് കഴിയുമ്പോൾ അത് മാറുന്ന ഒരവസ്ഥ. അപ്പൊ അതിന് പറയുന്നതാണ്, പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കൂരായണ. അപ്പൊ അത് ഒരു 20% ആളുകൾ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ കാര്യ നടത്തിപ്പിന് വേണ്ടി
ഒരു ആരാധനാലയങ്ങളെയും ആരാധിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ദൈവങ്ങളെ ആരാധിക്കാതിരിക്കുക. നമുക്കൊരു നന്ദി ഉണ്ടാവുമല്ലോ. നമ്മളുടെ ഇപ്പൊ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അവരോട് നമ്മൾ എന്നും ഒരു കടപ്പാടുണ്ടാവും. അത് ദൈവത്തിനോടാണെങ്കിലും മനുഷ്യനോടാണെങ്കിലും. ചില മനുഷ്യര് പ്രത്യേക ചില സമയങ്ങളിൽ വന്ന് നമ്മളെ സഹായിക്കും. ചില ആളുകൾ അത് നന്ദിയോടുകൂടി ഓർക്കും. ചില ആളുകൾ എന്ത് ചെയ്യും? 2 ചവിട്ടും കൊടുത്ത് പോകും. അവർക്ക് അവരുടെ കാര്യം കഴിഞ്ഞല്ലോ. അപ്പൊ അത് എന്താ പറയാ, അപ്പൊ അത് ഉള്ളിലൊരു വിമ്മിഷ്ടമായിട്ട് കിടക്കും. അതിപ്പോ ആരുടെ ആണെന്നുണ്ടെങ്കിലും, ദൈവങ്ങളുടെ ആണെങ്കിലും മനുഷ്യരുടെ ആണെന്നുണ്ടെങ്കിലും. ഇപ്പൊ നമുക്കാണെങ്കിലും അങ്ങനെ ഉണ്ടാവില്ലേ ആ ഒരു കാര്യം. എല്ലാവരും അല്ല, ചില ആളുകൾ അങ്ങനെയുള്ളവരുണ്ടാവും. നമുക്ക് ഗണപതിയുടെ മെസ്സേജ് എന്താന്ന് നോക്കാം. ഗണേശ ഒറാക്കിളിന്റെ മെസ്സേജ്. ആ ഓക്കേ, സോറി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ മൈൻഡിനെ ഇത്തിരി ഒന്ന് റിലാക്സ് കൊടുക്കൂ, അല്ലെങ്കിൽ കണ്ണുകൾക്ക് ഇത്തിരി ഒന്ന് റിലാക്സ് കൊടുക്കുക. ചില കാര്യങ്ങൾ വരുമ്പോൾ അമിതമായിട്ട് ഇങ്ങനെ ഒരു പീക്ക് ലെവലിൽ കൊണ്ടുപോയി ചിന്തകൾ കൊണ്ടുപോയി എത്തിക്കരുത്. മക്കളുടെ കാര്യം ആയിക്കോട്ടെ, നിങ്ങളുടെ കാര്യം ആയിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിൽ നടക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ എന്തെങ്കിലും സംഭവങ്ങളായിക്കോട്ടെ, അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് കാര്യം അറിയാലോ, അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. ശരീരത്തിനും മനസ്സിനും ഒന്ന് റിലാക്സ് ചെയ്യുക. അല്ലാതെ നമ്മളിപ്പോ ഫുൾ ടൈം ഇപ്പൊ നമ്മൾ നല്ല ബെഡിൽ കിടന്ന് നമ്മൾ ശരീരം റെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷെ മൈൻഡ് മുഴുവനും എന്താണ്? ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് അങ്ങേയറ്റെത്തി. അപ്പൊ അതൊരു റെസ്റ്റ് അല്ല. അതാണ്. അപ്പൊ അതൊന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന് റെസ്റ്റ് ചെയ്യുക. അക്സെപ്റ്റൻസ്, പ്രൊട്ടക്ഷൻ, ക്ലിയർ യുവർ എനർജി, ബ്ലെസ്സിങ്സ്, സ്പ്ലെൻഡർ, ഡിവൈൻ സപ്പോർട്ട്. അതായത് നേരത്തെ പറഞ്ഞ പരിപാടികൾ തന്നെയാണ് ഗണേശ ഒറാക്കിളിലും വന്നിരിക്കുന്നത്. ക്ലിയർ യുവർ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാറ്റാനായിട്ട് നോക്കുക. ഇപ്പൊ നമുക്ക് പഴയ കാര്യങ്ങളെ തിരുത്താൻ പറ്റില്ല, ഇനി എന്ത് എന്നുള്ള രീതിയിൽ നമുക്ക് പല കാര്യങ്ങളും ഉൾക്കൊണ്ട് മാറാനേ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക. പലതും നമുക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. നടന്നത് നടന്നു, വീണ്ടും അത് ആലോചിച്ച് ഒരു വിഷമത്തിലോട്ട് പോവാതിരിക്കുക. എന്നും നിങ്ങളുടെ കൂടെ ഒരു ഡിവൈൻ സപ്പോർട്ട് ഉണ്ടാവും. ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളെ അങ്ങേയറ്റം നിങ്ങളെ പല രീതിയിൽ പല വിധത്തിൽ നിങ്ങളുടെ തലനാരിഴ കീറുന്നത് പോലെയുള്ള പരിപാടികളൊക്കെ നിങ്ങളെ പല ശത്രുക്കളും ചെയ്യാൻ നോക്കിയിട്ടും കണ്ണീ കൊള്ളാനുള്ളത് പിരികത്ത് കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ നിന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഡിവൈനായിട്ട് സപ്പോർട്ടായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. ഇനിയും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ആരോടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു നന്ദി എപ്പോഴും വെക്കുക. എപ്പോഴും നമ്മളൊരു ഒരാളൊരു ദാഹം വന്നു, അയാൾക്ക് നമ്മളിപ്പോ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അയാളുടെ ദാഹത്തിന് ആ ഒരു ദാഹത്തിന് ആ ഒരു ഗ്ലാസ് വെള്ളം, ചിലപ്പോൾ അതില് ബിരിയാണി കഴിച്ചാൽ ചിലപ്പോൾ ആ ഒരു സുഖം കിട്ടില്ല, അല്ലെങ്കിൽ ഒരു സദ്യ കഴിച്ചാൽ ഒരു സുഖം കിട്ടില്ല. വെള്ളത്തിന് വെള്ളം തന്നെ കുടിക്കും. അപ്പൊ അതിന് നമ്മളൊരു കാരണമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ദാഹം മാറ്റാൻ വേറൊരാൾ കാരണമാണെന്നുണ്ടെങ്കിൽ അവരോട് നമ്മളൊരു താങ്ക്സ് ആയിട്ടിരിക്കുക. അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോ നിൽക്കുന്ന ഒരു കൺഫ്യൂഷൻ മൈൻഡ് ആയിരിക്കില്ല ഉള്ളത്. ഇപ്പോ നിൽക്കുന്ന ഒരു ഡബിൾ മൈൻഡ് ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്. കഴിഞ്ഞു പോയതിനെ പറ്റി ആലോചിക്കാനേ നിങ്ങൾ ഇത്രയും സർവൈവ് ചെയ്തെടുത്തല്ലോ. നിങ്ങൾ ഒരുപാട് നേടി, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എന്നെ കൊണ്ട് ഇതൊക്കെ സാധിച്ചല്ലോ എന്നുള്ളൊരു മൈൻഡിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കും. അത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഏത് പരിപാടിക്കാണെങ്കിലും.
കാരണം ഒരു പൂർണ്ണമായിട്ടും ഉള്ള ഒരു വെളിച്ചം കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.